ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ത്രികോണമിതി എന്നുള്ള ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലോട്ട് പോകാം. ഈ രണ്ടാമത്തെ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്നുള്ള നിങ്ങളുടെ ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മട്ടത്രികോണം അഥവാ ഇംഗ്ലീഷ് മീഡിയംകാർ എന്താ പറയുക, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ മട്ടത്രികോണത്തിന്റെ 3 വശങ്ങൾ ഏതൊക്കെയാണ്? ഇതിപ്പോൾ മട്ടത്രികോണത്തിനകത്ത് ഇപ്പം ഞാൻ ഈ പേര് കൊടുക്കുകയാണെങ്കിൽ ABC. ഈ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇതാണ് നമ്മളുടെ മട്ടകോൺ അല്ലേ? ഇതാണ് നമ്മളുടെ മട്ടകോൺ അഥവാ 90 ഡിഗ്രി വരുന്ന ഇതിനെയാണ് നമ്മൾ മട്ടകോൺ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കോൺ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ സി എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ തീറ്റ, ഇത് തീറ്റ എന്നാണ് വായിക്കുക കേട്ടോ, തീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന ആള് ഇംഗ്ലീഷ് മീഡിയം മക്കൾ എന്താ വിളിക്കുക? ഹൈപ്പോടെന്യൂസ്. മലയാള മക്കൾ എന്താ വിളിക്കുക? മലയാളം മീഡിയത്തിലെ കുട്ടികൾ കർണം എന്ന് വിളിക്കും അല്ലേ? കർണം. എന്നിട്ട് ഈ മട്ടത്രികോണത്തിനകത്ത് ബി ആണ് നമ്മളുടെ മട്ടകോൺ അഥവാ 90 ഡിഗ്രി വരുന്ന കോണാണ് മട്ടകോൺ, റൈറ്റ് ആംഗിൾ എന്ന് പറയും. അതിന് നേരെ ഓപ്പോസിറ്റ് എതിരെ കിടക്കുന്ന ആളാണ് ഹൈപ്പോടെന്യൂസ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ, മലയാളം മീഡിയം കുട്ടികൾ കർണം എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോണ്, ഞാൻ ഇവിടെ ഈ ഒരു കോണ് തീറ്റ എടുക്കുകയാണെങ്കിൽ ഈ തീറ്റയ്ക്ക് നേരെ എതിരെ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം എന്ന് വിളിക്കും. ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം. ഈ തീറ്റയായിട്ട് ഇങ്ങനെ തീറ്റയായിട്ട് അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അഥവാ സമീപവശം എന്ന് പറയും. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഇതിപ്പോൾ കുറേ സമയമൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു മട്ടത്രികോണം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ABC ഒരു മട്ടത്രികോണാണ്. അതിൻ്റെ മട്ടകോൺ എന്ന് പറയുന്നത് ഇത് ബി ആണ്. ഈ ബിക്ക് എതിരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളെ ഹൈപ്പോടെന്യൂസ് അഥവാ കർണം എന്ന് വിളിക്കും. പിന്നെ ഞാൻ ഇവിടെ ഒരു കോൺ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോണ് വെച്ച് പറയുമ്പം ഈ കോണിൻ്റെ എതിരെ വരുന്ന ആൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം, അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ അഡ്ജസൻറ്റ് അഥവാ സമീപവശം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 3 വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അതിൽ ഒന്നാമത്തെ ആളാണ് ഈ തീറ്റ എന്ന ആംഗിളിന്റെ സൈൻ വാല്യൂ അഥവാ സൈൻ തീറ്റ എന്ന് പറയും. അതുപോലെ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ കോസ് വാല്യൂ അഥവാ കോസ് തീറ്റ എന്ന് പറയും. അതുപോലെ ഈ തീറ്റ എന്ന് പറയുന്ന വാല്യൂയുടെ ടാൻ വാല്യൂ അഥവാ ടാൻ തീറ്റ. എങ്ങനെയാണ് സൈൻ തീറ്റ കാണുക? ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ സൈൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ കാണണമെങ്കിൽ അതിന്റെ എതിർവശം ബൈ കർണം അല്ലെ? എതിർവശം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് എന്ന് പറയും. മലയാളം മീഡിയം മക്കള് എതിർവശം ബൈ കർണം എന്ന് പറയും. എതിർവശം ബൈ കർണം. ഇനി കോസ് തീറ്റയിലോട്ട് വരുമ്പോൾ എന്താണ് മക്കളെ കോസ് തീറ്റ? ഒന്ന് പറഞ്ഞേ നിങ്ങൾക്ക് അറിയാം അല്ലെ? കോസ് തീറ്റ, സൈൻ തീറ്റ ഈ തീറ്റയുടെ എതിർവശം ബൈ കർണമാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് സമീപവശം അഥവാ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് അഥവാ സമീപവശം ബൈ കർണം. ക്ലിയർ ആണല്ലോ? അപ്പൊ സൈൻ തീറ്റയും കോസ് തീറ്റയും വളരെ സിമ്പിൾ ആണ്. നമ്മൾ 90 ഡിഗ്രിക്ക് എതിരെ എപ്പോഴും ആരാ? ഇതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. എവിടെയാണോ 90 ഡിഗ്രി അതിനെ നേരെ ഓപ്പോസിറ്റ്, അതിന് നേരെ എതിർവശത്ത് ആരുണ്ടാവും? കർണം ഉണ്ടാവും. പിന്നെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ ആ ആംഗിളിന്റെ എതിർവശം സമീപവശം. എതിർവശം നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എതിർവശം, അതിന്റെ അടുത്ത് കിടക്കുന്ന ആള് സമീപവശം. അങ്ങനെയാണെങ്കിൽ സൈൻ വാല്യൂ കിട്ടാൻ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം, കോസ് തീറ്റയോ സമീപവശം ബൈ കർണം. ഇനി ടാൻ തീറ്റ കിട്ടാൻ, ടാൻ തീറ്റ അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. ടാൻ തീറ്റ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടാൻ തീറ്റ കിട്ടണമെങ്കിൽ എതിർവശം ബൈ സമീപവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ക്ലിയർ? അപ്പൊ ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ നമ്മൾ ഈ പാർട്ടിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക, ഒരു മട്ടത്രികോണം ABC, മട്ടകോണിനെതിരെ ഹൈപ്പോടെന്യൂസ്. പിന്നെ ഏതെങ്കിലും ഒരു കോൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ കോണിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ടാവും, അതിന്റെ അഡ്ജസൻറ്റ് സൈഡ് ഉണ്ടാവും, എതിർവശം ഉണ്ടാവും, സമീപവശം ഉണ്ടാവും. എതിർവശം ബൈ കർണം സൈൻ തീറ്റ, സമീപവശം ബൈ കർണം കോസ് തീറ്റ. ഇനി എതിർവശം ബൈ സമീപവശം എന്ത് കിട്ടും? ടാൻ തീറ്റ കിട്ടും. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, നോട്ടുകളൊക്കെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ മക്കളെ. നോക്കിയേ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു മട്ടത്രികോണം തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മട്ടത്രികോണം. ഏതാണ് മട്ടത്രികോണം? ABC. ഇത് 5 സെന്റിമീറ്റർ. ഓക്കെ, ഇത് 5 സെന്റിമീറ്റർ. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോടെന്യൂസ് കർണം അഥവാ AC എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. പിന്നെ നമുക്ക് എന്ത് കാണണം? BCയുടെ നീളം കാണണം. ആദ്യം നമ്മുടെ അടുത്ത് ചോദിച്ചുള്ളത് BCയുടെ നീളമാണ്. BCയുടെ നീളം കണ്ടിട്ട് നമുക്ക് സൈൻ എ, കോസ് എ, ടാൻ എ കാണണം. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ആദ്യം BCയുടെ നീളം കാണണം, ലെങ്ത് ഓഫ് BC കാണണം. അത് കഴിഞ്ഞിട്ട് സൈൻ എ കാണണം, കോസ് എ കാണണം, ടാൻ എ കാണണം. പിന്നെ നിങ്ങൾ പ്രൂവ് ചെയ്യണം എന്താ?
എന്താ തെളിയിക്കണം, സൈൻ എ ഈക്വൽ ടു കോസ് സി എന്ന് തെളിയിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ തെളിയിക്കണം, കോസ് എ ഇൻറ്റു ടാൻ എ എന്ന് പറയുന്നത് സൈൻ എക്ക് തുല്യമാണെന്ന് തെളിയിക്കണം. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, ശ്രദ്ധിച്ചിരുന്നോ? ബി സി കാണാൻ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്. ബി സി കാണാൻ നമുക്ക് ഒരു മട്ടത്രികോണത്തിലെ രണ്ട് സൈഡ്സ് അറിയാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വശം കാണാൻ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം, പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ കർണം സ്ക്വയർ ആരാ? കർണം സ്ക്വയർ എ സി അല്ലെ, എ സി സ്ക്വയർ. കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? എ സി സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അഥവാ ഹൈപ്പോടെന്യൂസ്. പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയില്ല മക്കളെ. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ. അപ്പൊ നോക്കി ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. അപ്പം കർണം അഥവാ ഹൈപ്പോടെന്യൂസ് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പൊ നോക്കി ഇവിടെ നമുക്ക് ബി സിയുടെ നീളം കാണാൻ വേണ്ടിയിട്ട് ഏത് സിദ്ധാന്തം, ഏത് തിയറം യൂസ് ചെയ്യാം? പൈതഗോറസ് സിദ്ധാന്തം അഥവാ പൈതഗോറസ് തിയറം. കർണ സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അവിടെ എ സി എന്നുള്ളിടത്ത് നമുക്ക് 13ന്റെ സ്ക്വയർ കൊടുക്കാം. എ ബി എന്നുള്ളിടത്ത് നമുക്ക് 5ന്റെ സ്ക്വയർ കൊടുക്കാം. ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ബി സി സ്ക്വയർ തന്നെ കൊടുക്കാം. നോക്കിയേ 13ന്റെ സ്ക്വയർ എത്രയാ? 169, 169. 5ന്റെ സ്ക്വയർ എത്രയാ? 25 പ്ലസ് ബി സി സ്ക്വയർ. ഈ 25നെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെടാ. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ കിട്ടുക? 169, 165 മൈനസ് 25 ബി സി സ്ക്വയർ കിട്ടും. ഒന്ന് കമന്റ് ചെയ്തേ. 169 മൈനസ് 25 പറ. യെസ്, 144. അപ്പൊ ബി സി സ്ക്വയർ എത്ര കിട്ടും? 144 കിട്ടും. അറിയാലോ, ബി സി സ്ക്വയർ 144 ആണെങ്കിൽ ബി സി എന്താ മക്കളെ? ബി സി എന്താണ്? റൂട്ട് 144. അത് നിങ്ങൾക്കറിയാം 12 ആണ് അല്ലേ. സോ 12 സെന്റിമീറ്റർ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ബി സിയുടെ നീളം കിട്ടി. ബി സി എത്രയാണ്? 12 സെന്റിമീറ്റർ. ക്ലിയർ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫിഗറിനകത്തുനിന്ന് പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ബി സിയുടെ നീളം കണ്ടുപിടിക്കുക. അപ്പൊ ഇത് 13ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, 169 മൈനസ് 25, 144 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 12 കിട്ടും. ഇനി അത് വെച്ചിട്ട് സൈൻ എ കാണണം. നോക്കിയേ, സൈൻ എ ഒന്ന് പറഞ്ഞേടാ. സൈൻ എ എന്ന് പറയുന്ന സൈഡ് ഇതാണ്. അതിന്റെ എതിർവശം ഇതാണ് എ. നോക്കി ഇതാണ് എ. അപ്പൊ സൈൻ എന്ന് പറയുമ്പോൾ എതിർവശം ബൈ കർണം 12/13. അടുത്തത് കോസ് എ. എന്താ കോസ് എ? ഒന്ന് പറഞ്ഞേ. സൈൻ എ, കോസ് എ, ടാൻ എ. കോസ് എ എന്താ? കോസ് എയുടെ സമീപവശം അല്ലെ. ഇതാണ് എ. അപ്പൊ ഇതാണ് എതിർവശം ബൈ കർണം. അടുത്തത് സമീപവശം ബൈ കർണം എന്ന് പറയുമ്പോൾ എന്താ വരിക? 5/13. അടുത്തത് നമുക്ക് ടാൻ എ കാണണം. എന്താണ് ടാൻ എ? ഒന്ന് പറഞ്ഞേ, എന്താണ് ടാൻ എ? ടാൻ എ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം അല്ലെ. ടാൻ എ. അപ്പൊ സൈൻ എ കിട്ടാൻ ഇതാണ് എ ട്ടോ. ഇതാണ് എ, എതിർവശം ബൈ കർണം. കോസ് എ കിട്ടാൻ സമീപവശം ബൈ കർണം. ടാൻ എ എതിർവശം ബൈ സമീപവശം. ടാൻ എ എയുടെ എതിർവശം ബൈ സമീപവശം. അപ്പൊ എന്താ മക്കളെ കിട്ടുക? ഇതാ 12/5 എന്ന് കിട്ടും. 12/5. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി മൂന്നാമത്തെ എന്താണ്? സൈൻ എ ഈക്വൽ ടു കോസ് സി എന്ന് തെളിയിക്കണം. നോക്കിയേ, സൈൻ എ ഈക്വൽ, നമ്മൾ എന്താ തെളിയിക്കേണ്ടത്? സൈൻ എ ഈക്വൽ ടു കോസ് സി. ഇങ്ങനെ വല്ലതും തെളിയിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ചെയ്യുക, അതുപോലെ റൈറ്റ് സൈഡും ചെയ്യാം. ഓക്കെ, റൈറ്റ് സൈഡ് എന്താ? കോസ് സി. ഈ രണ്ട് ആൻസറും സെയിം ആണ്. എന്തെങ്കിലും തെളിയിക്കാൻ പറഞ്ഞാൽ അതിന്റെ ഇടതുഭാഗവും ചെയ്യാം, വലതുഭാഗവും ചെയ്യാം. രണ്ട് ആൻസറും സെയിം ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സൈൻ എ നോക്കാം. നമ്മൾ ഫിഗറിലോട്ട് നോക്കാം. സൈൻ എ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എയുടെ എതിർവശം ബൈ കർണം. എന്താ എയുടെ എതിർവശം? 12. കർണം എന്താണ്? 13. അപ്പൊ നമുക്ക് ഏതാ? സൈൻ എ ഈക്വൽ ടു 12/3 എന്ന് കിട്ടും. അടുത്തത് എന്താണ്? കോസ് സി കാണണം അല്ലേ. കോസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? സിയുടെ സമീപവശം ബൈ കർണം. നോക്കാം. കോസ് സി എന്ന് പറയുമ്പോൾ ഇതാണ് സി ട്ടോ. ഇതാണ് സി. ഈ സിയുടെ സമീപവശം ആരാ? നോക്കിയേ, കോസ് സി എന്ന് പറയുമ്പോൾ ഇതാണ് സി, ഇത് എ, ഇത് സി. ഈ സിയുടെ സമീപവശം ബൈ കർണം എത്രയാ കിട്ടുക? സിയുടെ സമീപവശം എത്രയാ? 12 അല്ലേടാ. ഇത് എ ആണ്, ഇത് എയുടെ എതിർവശമാണ്. പക്ഷെ സി എടുക്കുമ്പോൾ സിയുടെ സമീപവശം അല്ലേ. സോ സമീപവശം ബൈ കർണം എന്ന് പറയുമ്പോൾ അതും എന്ത് വരും? 12/13 വരും. അപ്പൊ നോക്കിയേ, സൈൻ എ എന്ന് പറയുന്നത് 12/13, കോസ് സി എന്ന് പറയുന്നതും 12/13 ആണ്. അപ്പൊ നമുക്ക് എഴുതാം സൈൻ എ ഈക്വൽ ടു കോസ് സി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അടുത്തത് കോസ് എ ഇൻറ്റു ടാൻ എ സൈൻ എ എന്ന് തെളിയിക്കണം. എന്താണ്? നോക്കിയേ, കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു സൈൻ എ എന്ന് തെളിയിക്കണം. എന്താണ്?
കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു സൈൻ എ. നമ്മൾ എല്ലാ വാല്യൂസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് അങ്ങ് എഴുതാം. കോസ് എ ഇൻറ്റു ടാൻ എ സൈൻ എ. അപ്പോൾ കോസ് എ 5/13. ഓക്കെ, കോസ് എ ഉണ്ട്, സൈൻ എ ഉണ്ട്, ടാൻ എ ഉണ്ട്. നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് ആദ്യം നോക്കാം. എന്താണ് കോസ് എ ഇൻറ്റു ടാൻ എ. അതുപോലെ റൈറ്റ് സൈഡ് നോക്കാം, സൈൻ എ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. ഇത് രണ്ടും ഈക്വൽ ആണ്. കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു സൈൻ എ. അപ്പോൾ എല്ലാ വാല്യൂസും നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. കോസ് എ 5/13, 5/13. കോസ് എ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്താം, 5/13 ഇൻറ്റു അടുത്തത് ടാൻ എ. എന്താ ടാൻ എ? 12/5, 12/5. അപ്പൊ എന്ത് സംഭവിക്കും? ഈ 5 ക്യാൻസൽ ചെയ്തിട്ട് 12/13 കിട്ടും. ക്ലിയർ? അപ്പോൾ കോസ് എ ഇൻറ്റു ടാൻ എ, കോസ് എ 5/13, ടാൻ എ 12/5. ഈ 5 ക്യാൻസൽ ചെയ്തിട്ട് 12/13 കിട്ടും. ഇനി സൈൻ എയുടെ വാല്യൂ എന്താ നോക്കാം. സൈൻ എ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 12/13. സൈൻ എ എന്താണ്? 12/13. ഓക്കെ, അപ്പൊ നോക്കിയേ, കോസ് എ ഇൻറ്റു ടാൻ എ ചെയ്താൽ 12/13, സൈൻ എ ചെയ്താലും 12/13. അപ്പൊ നമുക്ക് പറയാം കോസ് എ ഇൻറ്റു ടാൻ എ ചെയ്താൽ 12/13 ആണ്, സൈൻ എ ചെയ്താലും 12/13 ആണ്. അപ്പൊ ഇത് രണ്ടും തുല്യമാണ് അഥവാ ഈക്വൽ ആണെന്ന് തെളിയിക്കുക. അപ്പൊ എന്ത് കാര്യങ്ങൾ എക്സാമിന് തെളിയിക്കാൻ ചോദിച്ചാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഇടതുഭാഗവും ചെയ്യുക, വലതുഭാഗം ചെയ്യുക, രണ്ട് ആൻസറും സെയിം ആണെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ. ഗിവൺ, ഇവിടെ നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഇതിന്റെ 3 പാർട്ട് ഉണ്ട്. ഇതിൽ മൂന്നാമത്തെ പാർട്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ വീണ്ടും നമുക്കൊരു മട്ടത്രികോണം തന്നിട്ടുണ്ട്. ഈ മട്ടത്രികോണത്തിന്റെ ഇവിടെ എന്താണ്? ഇതാണ് മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ ഇതിന് നേരെ എതിരെ കിടക്കുന്ന ഇവൻ ആരാ? ഇവനാണ് നിങ്ങളുടെ കർണം. ഇവനാണ് നിങ്ങളെ കർണം. യെസ്, ഇതിന് നമുക്ക് പി ക്യൂ ഉണ്ട്, ആർ പി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കാണേണ്ടത് പി ക്യൂടെയും ക്യു ആറിന്റെയും നീളം കാണണം. അത് നമുക്ക് ക്വസ്റ്റിനകത്ത് ഒരു സാധനം തന്നിട്ടുണ്ട്, സൈൻ പി തന്നിട്ടുണ്ടടാ. സൈൻ പി. യെസ്, എന്താണ് സൈൻ പി? ഇതാണ് നമ്മളെ പി എന്ന് പറയുന്ന ആംഗിൾ അല്ലേ? നമുക്ക് നോക്കാം. സൈൻ പി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വരിക? ഒന്ന് പറഞ്ഞേ. സൈൻ പി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഒന്ന് പറഞ്ഞേ. സൈൻ പി എന്ന് പറഞ്ഞാൽ പിയുടെ എതിർവശം അഥവാ ആർ ക്യൂ ഡിവൈഡഡ് ബൈ കർണം. ഒന്ന് പറഞ്ഞേ. സൈൻ പി, ഇതാണ് മട്ടകോൺ കേട്ടോ. ഇതാണ് മട്ടകോണ്. ഇതിന്റെ എതിരെ കിടക്കുന്ന ആള് ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. ഓക്കെ, ഇനി സൈൻ പി. നോക്ക്, സൈൻ പി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം സൈൻ പി എഴുതി വെക്കുക. എന്താ സൈൻ പി? നോക്ക്, സൈൻ പി. ഇതാണ് പി. പിയുടെ എതിർവശം ബൈ കർണം. എതിർവശം എന്ന് പറയുമ്പോൾ ആരാ? ആർ ക്യൂ ബൈ കർണം ആരാ? പി ആർ. ക്ലിയർ ആണല്ലോ? അവിടെ സൈൻ പി എന്നുള്ളടത്ത് നമുക്ക് തന്ന വാല്യൂ ഏതാ? എന്താ സൈൻ പി? 4/5. സൈൻ പി എന്താടാ? 4/5. നോക്ക്, സൈൻ പി എന്താണ്? 4/5, which is equal to ആർ ക്യൂ അഥവാ ക്യു ആർ. ആർ ക്യൂ അല്ലെങ്കിൽ ക്യു ആർ നമുക്ക് കാണാനുള്ളതാണ് കേട്ടോ. ആർ ക്യൂ അല്ലെങ്കിൽ ക്യു ആർ നമുക്ക് കാണാനുള്ള ലെങ്ത് ആണ്. അപ്പൊ ആർ ക്യൂ നമുക്ക് അറിയില്ല, അതിന് ആർ ക്യൂ എന്ന് തന്നെ എഴുതാം. പി ആർ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ. ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് ക്വസ്റ്റിനകത്ത് തന്നത് സൈൻ പി. നോക്ക്, സൈൻ പി. പിയുടെ എതിർവശം ആർ ക്യൂ അഥവാ ക്യു ആർ ഡിവൈഡഡ് ബൈ കർണം. കർണാര പി ആർ. ഈ സൈൻ പി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എന്താണ്? 4/5. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? ആർ ക്യൂ അഥവാ ക്യു ആറിന് നിങ്ങൾ അറിയില്ല, അത് അങ്ങനെ തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ പി ആർ 10 ആണ്. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്ക്, ഈ 10നെ ഇങ്ങോട്ട്, ഇത് ഹരണാണ്, ഡിവിഷൻ ആണ്, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ? അപ്പൊ 4/5 ഗുണനം, ഹരണം മാറിയിട്ട് ഗുണനം, ഡിവിഷൻ മാറിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആവും. 4/5 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആർ ക്യൂ അഥവാ ക്യു ആർ കിട്ടും. അപ്പൊ നമുക്കറിയാം ഈ 5ഉം ഈ 10ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 4 വരും. അപ്പൊ 4 × 2 എത്രയാണ്? 8. അപ്പൊ നമുക്ക് കിട്ടി ആർ ക്യൂടെ എത്രയാണ്? ആർ ക്യൂ ഈക്വൽ ടു 8 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ആർ ക്യൂടെ നീളം 8 സെന്റിമീറ്റർ കിട്ടി. ആർക്ക് 8 സെന്റിമീറ്റർ. ക്ലിയർ? ആർക്ക് എത്ര കിട്ടി? 8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ കാണേണ്ടത്? ഇനി ഒരു സൈഡും കൂടെ കാണണം, പി ക്യൂ. 2 സൈഡ് കിട്ടി, മൂന്നാമത്തത് കിട്ടാൻ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ പോരെ മക്കളെ? പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ പോരെ? അപ്പൊ നോക്കിയേ, പൈതഗോറസ് തിയറം, കർണം സ്ക്വയർ. ആരാ കർണം? പി ആർ സ്ക്വയർ അല്ലേ? കർണ സ്ക്വയർ. പി ആർ സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പി ക്യൂ സ്ക്വയർ പ്ലസ് ക്യു ആർ അല്ലേ? നമുക്ക് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. കർണം അഥവാ ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ. പൈതഗോറസ് സിദ്ധാന്തം ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നോക്കി, സോ പി ആർ സ്ക്വയർ ഈക്വൽ ടു പി ക്യൂ സ്ക്വയർ പ്ലസ്
ക്യു ആർ ഓർ ആർ ക്യൂ, ക്യു ആർ സ്ക്വയർ. അവിടെ നമുക്ക് അറിയുന്നത് പി ആർ എന്നുള്ളിടത്ത് 10ന്റെ സ്ക്വയർ എന്ന് കൊടുക്കാം. പി ക്യൂ നമുക്ക് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. പ്ലസ് ക്യു ആർ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കാം? 8ന്റെ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പൊ 10ന്റെ സ്ക്വയർ 100, ഇവിടെ പി ക്യൂ സ്ക്വയർ, ഇത് 64. ഈ 64 ഇങ്ങോട്ട് വന്നാൽ 100 - 64 എത്രയാവൂടാ? പി ക്യൂ സ്ക്വയർ അറിയില്ലേ? അപ്പൊ നോക്കിയേ, 100 - അല്ലേ, ഇവിടെ 10ന്റെ സ്ക്വയർ 100 ആണ്, പി ക്യൂ സ്ക്വയർ 8ന്റെ സ്ക്വയർ 64. 100 - 64 എത്രയാ? 36. ഈ 36 എന്ന് പറയുന്നത് എന്താണ്? പി ക്യൂടെ സ്ക്വയർ ആണ്. എന്താണ്? പി ക്യൂടെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, പി ക്യൂടെ സ്ക്വയർ 36 ആണെങ്കിൽ പി ക്യൂ √36 എത്ര വരും? 6 സെന്റിമീറ്റർ എന്ന് വരും. 6 സെന്റിമീറ്റർ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പി ക്യൂവും കിട്ടി, ക്യു ആറും കിട്ടി. യെസ്, പി ക്യൂവും കിട്ടി, ക്യു ആറും കിട്ടി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് കോസ്പി എഴുതണം. കോസ്പിയുടെ വാല്യൂ എഴുതണം. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഈ ഫിഗറിൽ നോക്കിയിട്ട് പറഞ്ഞേ, എന്താണ് കോസ്പി? കോസ്പി എന്ന് പറഞ്ഞാൽ പിയുടെ സമീപോശം ബൈ കർണം. കോസ്പി നോക്കിയിട്ട് പറഞ്ഞേ. അപ്പൊ നമ്മൾ പി ക്യൂടെ നീളം കണ്ടുപിടിച്ചു, ക്യു ആറിന്റെ നീളം കണ്ടുപിടിച്ചു. ഒന്ന് 8 സെന്റിമീറ്ററും ഒന്ന് 6 സെന്റിമീറ്ററും കിട്ടി. ഇനി നിങ്ങൾ കോസ്പി കാണണം. ഒന്ന് പറഞ്ഞേ, എന്താണ് കോസ്പി? ഇതാണ് പി. പിയുടെ സമീപോശം ബൈ കർണം. സമീപോശം 6 സെന്റിമീറ്റർ, കർണം 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എഴുതാം 6/10. 6/10. അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോസ് ആർ കണ്ടുപിടിക്കണം അല്ലേ? കോസ് ആർ കണ്ടുപിടിക്കണം. എന്താ കോസ് ആർ? ആർ എന്നുള്ള വശത്തിന്റെ സമീപോശം ബൈ കർണം. ആദ്യം കോസ് പി. കോസ് പി എന്ന് പറയുമ്പോൾ പിയുടെ സമീപോശം ബൈ കർണം. കോസ് ആർ എന്ന് പറയുമ്പോൾ ആറിന്റെ സമീപോശം. ആറിന്റെ സമീപോശം ആരാ? 8 അല്ലേ? സോ 8/10 എന്ന് വരും. 8/10. അതും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? അപ്പൊ നമ്മൾ പി ക്യു കണ്ടു, ക്യു ആർ കണ്ടു, കോസ് പി കണ്ടു, കോസ് ആർ കണ്ടു. അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സൈൻ 90 - പി. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സൈൻ 90 - പി നിങ്ങൾ എന്താന്ന് കണ്ടുപിടിക്കണം? കോസ് പി ആണെന്ന് തെളിയിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ വേറെ തന്നെ ചെയ്യുക അല്ലേ? ലെഫ്റ്റ് സൈഡ് വേറെ ചെയ്യുക, അതുപോലെ റൈറ്റ് സൈഡ് വേറെ ചെയ്യുക. 2 ആൻസറും സെയിം ആണ് തെളിച്ചാൽ മതി. അതിൽ നിങ്ങൾ ആലോചിക്കേ, എന്താണ് ഈ സൈൻ 90 - പി? എന്താണ് ഈ സൈൻ 90 - പി? ശ്രദ്ധിച്ച് കേട്ടോ. നോക്കി, ഇവിടെ നമുക്ക് മൊത്തം 180 ഡിഗ്രി അല്ലേ? ശ്രദ്ധിച്ച് കേട്ടണേ, മൊത്തം 180 ഡിഗ്രിയാണ്. ആ 180-നകത്ത് ക്യൂ എന്നുള്ള ആള് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇനി നമുക്ക് പറയാം, ക്യൂ 90 ആണെങ്കിൽ നമുക്ക് പറയാം, ഈ പിയും ആറും കൂടെ കൂട്ടിയാലല്ലേ ബാക്കി 90 വരിക. മൊത്തം നോക്കിയേ, ടോട്ടൽ ത്രികോണത്തിന്റെ, ഈ ത്രികോണത്തിന്റെ 3 കോണുകൾ, ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി, 180 ഡിഗ്രി. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഈ ത്രികോണത്തിന്റെ 3 കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക? 180 ഡിഗ്രി കിട്ടുക. അതിൽ ക്യൂ എന്ന് പറയുന്ന ആള് 90 കൊണ്ടുപോയി. ക്യൂ എന്ന് പറയുന്ന ആള് അപ്പൊ 180 90 പോയി. ഇനി എത്ര ബാക്കിയുള്ളത്? 90. ആ 90 എന്ന് പറയുന്നത് ആരാണ്? ഇനി ബാക്കിയുള്ള 2 കോണുകൾ പിയും ആറും കൂടെ അല്ലേ? നോക്കിയേ, പിയും ആംഗിൾ ആറും കൂടെ കൂട്ടിക്കഴിഞ്ഞാലല്ലേ 90 കിട്ടുക. നോക്കൂ, ഫിഗറിലോട്ട് നോക്കൂ. മൊത്തം 180, അതിൽ ക്യൂ ഒറ്റക്ക് 90 കൊണ്ടുപോയി. 180-ൽ നിന്നും 90 പോയാൽ ഇനി 90 ബാക്കിയുണ്ട്. അപ്പൊ പിയുടെ വാല്യൂവും കോൺ പിയും ആംഗിൾ ആറും കൂടെ കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ആംഗിൾ പിയും ആംഗിൾ ആറും കൂടെ കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? 90 കിട്ടുക. യെസ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, അപ്പൊ 90-ൽ നിന്നും നോക്കിയേ, 90-ൽ നിന്നും ഈ പി അങ്ങോട്ട് പോയിട്ട് 90 - പി എന്ന് പറഞ്ഞാൽ ആരാ? ആറാണ് അല്ലേ? നോക്കൂ, ഫിഗർ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫിഗറിലോട്ട് നോക്കൂ. ഇത് 3ഉം കൂടെ കൂട്ടിയാൽ 180. അതിൽ ക്യൂ മാത്രം 90 കൊണ്ടുപോയി. 180-ൽ നിന്നും 90 പോയാൽ ബാക്കി 90. അപ്പൊ നോക്കിയേ, ആംഗിൾ പിയും ആംഗിൾ ആറും കൂടെ ഇനി എത്ര ഉണ്ടാവും? 90 ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഈ പി ഇപ്പം അങ്ങോട്ട് പോയെന്ന് വിചാരിച്ചോ. അപ്പം ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ 90 - ആംഗിൾ പി ആണ്. ഇനി പി പോയതിന് പകരം ആർ ആണെങ്കിലോ, ആംഗിൾ പി എന്ന് പറഞ്ഞാൽ 90 - ആംഗിൾ ആറാണ്. അപ്പൊ നോക്കിയേ, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് 90. അപ്പൊ 90-ൽ നിന്നും പി പോയാൽ ആറായിരിക്കും, 90-ൽ നിന്നും 6 പോയാൽ പി ആയിരിക്കും. ഓക്കെ, ആംഗിൾ പിയും ആംഗിൾ ആറും കൂട്ടിയാൽ 90. മൊത്തം നമുക്ക് 180. 180-ൽ 90 ആര് കൊണ്ടുപോയി? ക്യൂ കൊണ്ടുപോയി. ഇനി കിടക്കുന്ന പിയും ആറും കൂടെ കൂടിയാൽ 90 ആണ്. അപ്പൊ 90-ൽ നിന്നും പി പോയാൽ അത് 6 ആണ്. അതുപോലെ 90-ൽ നിന്നും 6 പോയാൽ പി ആണ്. മറന്നു പോരുത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എഴുതാം സൈൻ 90 - പി. എന്താ 90 - പി? അഥവാ സൈൻ ആർ.
അപ്പൊ നമുക്ക് സൈൻ 6 ആണ് കാണേണ്ടത്. കാരണം എന്താ, 90 നിന്നും പി പോയാൽ 6 ആണ്, 90 നിന്നും 6 പോയാൽ പി ആണ്. 90 മൈനസ് പി 6 ആണ്, 90 മൈനസ് 6 എന്ന് പറഞ്ഞാൽ പി ആണ്. അപ്പൊ സൈൻ 6 ആണ് നമുക്ക് കാണേണ്ടത്. എന്താണ് സൈൻ 6? നമ്മളെ ഫിഗറിലോട്ട് വരാം. ഇതാ സൈൻ 6, 6ന്റെ എതിർവശം ബൈ കർണം അല്ലേ, 6ന്റെ എതിർവശം ബൈ കർണം. അതെത്രയാ? ഇവിടെയാണ് 6, 6ന്റെ എതിർവശം 6/10 അല്ലേ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം 6/10. അടുത്ത നമുക്ക് കോസ് പി കാണണം. ഫിഗറിലോട്ട് നോക്ക്, കോസ് പി. കോസ് പി എന്ന് പറഞ്ഞാൽ എന്താ? പിയുടെ സമീപവശം ബൈ കർണം. എന്താ പിയുടെ സമീപവശം ബൈ കർണം? 6/10 തന്നെയല്ലേ വരിക, 6/10. അപ്പൊ നോക്കിയേ, ഇവിടെ സൈൻ 90 മൈനസ് പി, സൈൻ 90 മൈനസ് പി, സൈൻ 90 മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താ? മറന്നു പോകരുത്, അത് ഞാൻ ഇവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. ഇതാ നമുക്ക് മൊത്തം 180, അതിൽ ക്യൂ മാത്രം 90 കൊണ്ടുപോയി, ബാക്കി വരുന്ന പിയും 6ഉം കൂടെ കൂടിയാൽ 90. അപ്പൊ 90 നിന്നും പി പോയാൽ 6, 90 നിന്നും 6 പോയാൽ പി. ക്ലിയർ ആണല്ലോ. അപ്പൊ സൈൻ 90 മൈനസ് പി സൈൻ 6. സൈൻ 6 നമ്മളെ ഫിഗറിൽ നോക്കിയാൽ എതിർവശം 6ന്റെ എതിർവശം 6 ബൈ കർണം 10 കിട്ടും. കോസ് പി നോക്കിയാൽ പിയുടെ സമീപവശം ബൈ കർണം, രണ്ടും സെയിം അല്ലേ. അപ്പൊ ഇതും 6/10 ആണ്, ഇതും 6/10 ആണ്. ക്ലിയർ. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും വരിക. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. നോക്കിയേ, ഇതാണ് നമ്മളെ മട്ടത്രികോണം. ഇതിനകത്ത് ഇവിടെ ആംഗിൾ എക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് കാണണം? സൈൻ എക്സ് കാണണം. വളരെ സിമ്പിൾ അല്ലേടാ, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ എന്താ സൈൻ എക്സ്? എക്സിന്റെ എതിർവശം എ ഡിവൈഡഡ് ബൈ കർണം സി. അടുത്തത് കോസ് എക്സ് കാണണം. കോസ് എക്സ് എന്ന് പറഞ്ഞേ എക്സിന്റെ സമീപവശം ബി ഡിവൈഡഡ് ബൈ കർണം സി. ക്ലിയർ. അടുത്തത് തെളിയിക്കാനാണ്. തെളിയിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും തെളിയിക്കാൻ പറഞ്ഞാൽ ഇടത് ഭാഗവും ചെയ്യുക, വലത് ഭാഗം ചെയ്യുക. അപ്പൊ ഇടത് ഭാഗത്ത് എന്താ ഉള്ളത്? സൈൻ എക്സ് ബൈ കോസ് എക്സ്. എന്താണ് സൈൻ എക്സ് ബൈ കോസ് എക്സ്? ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളൂ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ സി ആണ്, ആൻഡ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ബൈ സി ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എ ബൈ സി ഇൻറ്റു സി ബൈ ബി, റെസിപ്രോക്കൽ തിരിഞ്ഞു വരും അല്ലേ. അപ്പൊ സിയും കട്ട് ചെയ്തിട്ട് ഇത് എന്താവും? എ ബൈ ബി ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? എ ബൈ ബി. ഇപ്പൊ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം, കോസ് എക്സ് സമീപവശം ബൈ കർണം, ഒന്ന് എ ബൈ സി, ഒന്ന് ബി ബൈ സി. അപ്പൊ സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ എ ബൈ സി ഡിവൈഡ് ബൈ ബി ബൈ സി. ഡയറക്റ്റ് നിങ്ങൾക്ക് സിയും കട്ട് ചെയ്യാം. ഇനി അത് അറിയാത്ത ആൾക്കാർ ഇങ്ങനെ വ്യുൽക്രമം റെസിപ്രോക്കലായിട്ട് ഗുണിച്ചിട്ട് കട്ട് ചെയ്താൽ എ ബൈ ബി എന്ന് കിട്ടും. ഇനി അപ്പൊ ഇടത് ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇനി വലത് ഭാഗത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ടാൻ എക്സ് കാണണം. എന്താ ടാൻ എക്സ്? ടാൻ എക്സ് പറഞ്ഞാൽ എന്താ? എതിർവശം ബൈ കർണം, സോറി എതിർവശം ബൈ കർണല്ല, എതിർവശം ബൈ സമീപവശം, എതിർവശം ബൈ സമീപവശം. അപ്പൊ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എതിർവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ. അപ്പൊ ടാൻ എക്സ് എന്താ? ടാൻ എക്സ് സൈൻ എക്സ് എതിർവശം ബൈ കർണം, കോസ് എക്സ് സമീപവശം ബൈ കർണം, ടാൻ എക്സ് എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഒന്ന് പറഞ്ഞേ, ടാൻ എക്സ് എതിർവശം എ ഡിവൈഡഡ് ബൈ സമീപവശം, എന്താ സമീപവശം? ബി അല്ലെ. ടാൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ എതിർവശം എ ഡിവൈഡ് ബൈ സമീപവശം എ ബൈ ബി. അപ്പൊ നോക്കിയേ, ഇവിടെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എ ബൈ ബി കിട്ടി. ഇവിടെ ടാൻ എക്സ് ചെയ്തപ്പോഴും എ ബൈ ബി കിട്ടി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടിൽ നിന്നും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അല്ല, 1, 2, 3, ഒരു ക്വസ്റ്റ്യന്റെ കൂടെ ഒരു 3 പാർട്ടായിരിക്കും. സൈൻ എക്സ് കാണാൻ, കോസ് എക്സ് കാണാൻ, പിന്നെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കിയാൽ മതി, ഒരു ക്വസ്റ്റ്യൻ ആവില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ട്, പി ക്യൂടെ നീളം കാണണം, ക്യു ആറിന്റെ നീളം കാണണം, കോസ് പി കാണണം, കോസ് ആറ് കാണണം, പിന്നെ ഇത് തെളിയിക്കണം. അതിന്റെ മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിലോ അത് അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ബി സിയുടെ നീളം കാണണം, സൈൻ എ കാണണം, കോസ് എ കാണണം, ടാൻ എ കാണണം, എന്നിട്ട് തെളിയിക്കണം സൈൻ എ ഈക്വൽ ടു കോസ് സി, അതുപോലെ കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു സൈൻ എ. ഇങ്ങനെ എന്ത് തെളിയിക്കാൻ ചോദിച്ചാലും ഇടത് ഭാഗം ചെയ്യുക, വലത് ഭാഗം ചെയ്യുക, രണ്ട് ആൻസറും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മളെ ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വരാനുള്ളത് ഇതിന്റെ നമുക്കറിയാം, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മുകളിൽ ഉണ്ടാക്കുന്ന ഒരു കോണും അതുപോലെ താഴോട്ട് ഉണ്ടാക്കുന്ന കോണും വെച്ചിട്ട് നമ്മൾ ഈ ദൂരം, മരത്തിന്റെ നീളം, അതുപോലെ ദൂരം ഒക്കെ, ടവറിന്റെ ഉയരം, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ പാർട്ടിൽ വരുന്നത്. അത് സെപ്പറേറ്റ് അത്തരം ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഇതിന്റെ ഒരു മൂന്നാമത്തെ ഭാഗം കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക, അവരോട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്തരം സബ്ജക്റ്റുകളെ 1-to-1 അഥവാ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ 1-to-1 ക്ലാസ്സുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ, മാത്സിനകത്തോ ഫിസിക്സിനകത്തോ കെമിസ്ട്രിനകത്തോ, ആ ചാപ്റ്റർ മാത്രം
നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളെ 2 3 അല്ലെങ്കിൽ 4 5 കൂട്ടുകാർക്ക് മാത്രമായിട്ട് ചെറിയ മൈക്രോ ഗ്രൂപ്പ് ക്ലാസ്സുകളായിട്ട് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ മെന്ററിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.